കെ സുധാകരൻ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്ന് CPM-ൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാൻ EP ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാല് മാറിയ സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിനകത്ത് വിതുമ്പുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. വേറെന്തെങ്കിലും വലിയ കഴിവില്ലാത്ത സർക്കാരാണെന്ന് കുറെ നാളായി UDF പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് മുൻപ് LDF കൺസൾട്ടായിരുന്ന EP പുസ്തകത്തിൽ പറയുന്നത്. 35 ദിവസമാണ് അത് ജനം വിലയിരുത്തില്ല. ഉറപ്പായിട്ട് നല്ല ദിവസം അത് വന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. പൊതുവേ തന്നെ ഞങ്ങളൊക്കെ ഇപ്രാവശ്യത്ത് തെരഞ്ഞെടുപ്പോടെ അനുബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ സാധാരണക്കാരായ പ്രവർത്തകന്മാരുടെ പൾസ് തൊട്ട് അറിഞ്ഞവരാണ് നമ്മളൊക്കെ. എനിക്കറിയാം, ഞാനിവിടെ ചേലക്കരയിൽ ഞാൻ 4 ദിവസം ഞാൻ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സാധാരണക്കാരനായ വോട്ടർമാരോട് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. എല്ലാ ഇടപെടൽ രാഷ്ട്രീയത്തിന് അതീതമായി CPM-ന്റെ പ്രവർത്തകരെ കാണുമ്പോഴും അവരെ മനസ്സിനകത്തും അമർഷമാണ്, പ്രതിഷേധമാണ്. ഈ ഭരണത്തിൽ ആർക്കും തൃപ്തിയില്ല. ഇടതുപക്ഷക്കാർക്ക് പോലും തൃപ്തിയില്ല. അതിന്റെയൊക്കെ റിഫ്ലക്ഷൻ ചേലക്കരയിൽ ഇത്തവണ റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കൂ. 28 വർഷം കയ്യിൽ വെച്ചതാണ് ചേലക്കര ഇടതുപക്ഷം CPM. അത് ഇക്കുറി അവരെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവാണ്. അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് പറയുന്ന രാഷ്ട്രീയം മറ്റൊരു കാലത്ത് ശരിയാണ് എന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനങ്ങളും ഈ പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ജയരാജന്റെയൊക്കെ പ്രവർത്തനം ഞങ്ങൾ അതിലൊന്നായിട്ടാണ് കാണുന്നത്. വിലയിരുത്തും, സ്വാഭാവികല്ലേ. കേരളത്തിലെ ജനങ്ങളല്ലേ രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പത്രം ഒന്ന് കണ്ടിട്ടല്ലേ പോവുള്ളൂ. നമ്മളെ നാട്ടിലെ ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ ഇത്ര ഈ വാർത്തകളൊക്കെ അവർക്ക് അറിയില്ലേ, അവർ കിട്ടൂലേ, അവർ ആലോചിക്കൂലേ, അവർ ചർച്ച ചെയ്യില്ലേ? സ്വാഭാവികമല്ലേ. ഏത് സ്ഥാനാർത്ഥി? സരിൻ. അത് പറഞ്ഞല്ലോ ഞാൻ. സരിൻ അവസരവാദ സ്ഥാനാർത്ഥിയാണ്. 2 ദിവസം മുമ്പ് CPM-ന്റെ മുഖ്യമന്ത്രിക്കെതിരായി അതിരൂക്ഷമായി വിമർശിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരാളെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി. ചിഹ്നം കൊടുത്തൂല്ല, സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു മണ്ണിനും പുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തിരിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല. CPM-ന്റെ ആളുകൾക്ക് അവിടെ അമർശമുണ്ട്. ഞാൻ ചോദിക്കുന്ന പാലക്കാട് പാർട്ടി CPM-ന് വേണ്ടി രാവ് പകൽ അധ്വാനിച്ച എത്ര നേതാക്കന്മാരില്ലേ, എത്ര പേരുണ്ട്? അത്രയും ആളുകളെ മനസ്സിനകത്ത് വികാരം ഉണ്ടാവില്ല, സ്വാഭാവികല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇന്നലെ ബന്ധനെ കൊണ്ടിട്ട് വന്നിട്ട് അവനെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടി പ്രവർത്തകന്മാർ അത് സ്വാഗതം ചെയ്യുമെന്ന് നിങ്ങൾ ഓർക്കണം. അതൊക്കെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദിസ് ഇലക്ഷൻ പോളിംഗ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ 100% ഈ ഇലക്ഷൻ പോളിംഗിന്റെ ഇതൊക്കെ നിർവഹിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യം. ഒരു ചാട്ടം BJP-യിലേക്ക് പോകാനാണ് സാധ്യത. അദ്ദേഹം BJP-യുടെ നേതാക്കന്മാരെ നടക്കെല്ലാം പോയി കാണുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമല്ലേ? അദ്ദേഹം ഞാൻ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. CPI-യുടെ നേതാവിനെ കണ്ടിട്ടുണ്ട്, ഇന്നയാളെ കോൺഗ്രസിന്റെ നേതാവ് ഇന്നയാളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. അതിൽ BJP-യുമായിട്ട് ഒരു സംസർഗം വരാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആര് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന? തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ താൻ പറയാത്തൊരു കാര്യം, താൻ ഏൽപ്പിക്കാത്ത പുസ്തകം ഇത്തരമൊരു കണ്ടന്റ് പുറത്തു വന്നതിൽ വലിയ ഗൂഢാലോചന, നിയമ നടപടി സ്വീകരിക്കുന്ന പിന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ട് ആളുകളെ അങ്ങ് വെളുത്തിക്കളയും. എന്തായി പറയും? പല പാർട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഒരു കേരളത്തില് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉന്നതരായ നേതാക്കന്മാരാണ് അവര്. ഇതുപോലുള്ള ശുദ്ധ സംബന്ധവും കളമ്പും പറയാന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഇത്തിരി സത്യസന്ധത ഏത് നേതാവിനുണ്ടാണ്. ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ സ്ഥാനാർത്ഥി നേതാക്കന്മാർ. അവർക്ക് അങ്ങനെ അവരെല്ലാം ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഒന്ന് പറയാ, എന്നിട്ട് പിറ്റേന്നുള്ളത് നിഷേധിക്കുക, പറഞ്ഞിട്ടില്ല എന്ന് പറയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളിപ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും DC ബുക്സ്
അവര് ഇത്തരം കാര്യങ്ങൾ അവർ സ്വയം കെട്ടിച്ചമച്ച് ചേർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ വളരെ വളരെ ഓണസ്റ്റായ ഒരു കമ്പനിയാണ് ആ കമ്പനി, സ്ഥാപനമാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റായ പിഴച്ചുപോയ ഒരു തീരുമാനമൊന്നും ഒരിക്കലും വരില്ല. അവർക്കതൊരു വീണ് കിട്ടിയ സന്ദർഭമായിട്ടാണ് ഞങ്ങളും കാണുന്നത്, അവരും കാണുന്നത്. ഓക്കെ. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ്. ബൈ ഇലക്ഷന്റെ അകത്ത് ഐക്യജനാധിപത്യ മുന്നണി 3 സീറ്റും ഞങ്ങൾ നിലനിർത്തൽ മാത്രമല്ല ഭൂരിപക്ഷം പരമാവധി കൊണ്ടുപോകും. ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ചേലക്കര ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് 28 വർഷമായിട്ട്. അത് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പിടിക്കും. പാലക്കാട് ഞങ്ങൾ ജയിക്കും. വയനാട് പിന്നെ പറയേണ്ടതില്ല. ഭൂരിപക്ഷം എത്രയെന്നാണ് സംശയം. അതിലൊഴിച്ച് വേറെ എല്ലാ പ്രദേശത്തും നമുക്ക് നമ്മുടേതായ ഒരു ലീഡിംഗ് ജനസമ്മതി നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ബാഹ്യമായൊരു പ്രകടനമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തും. യെസ്, KPCC അധ്യക്ഷൻ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് EP വിവാദം, ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ EP വീണ്ടും വിവാദമാകുന്ന സാഹചര്യത്തിൽ P സരിനെ കുറിച്ച് പോകുന്നതാണ്. അതെ, അത്തരം വിവാദമുണ്ട്. എന്തായാലും ഈ P സരിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതേ പുസ്തകത്തിൽ ഈ സുധാകരനെ